കോഴിക്കോട് കക്കാടംപൊയിലിൽ നായാട്ടു സംഘം പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് അലി, ഹംസ എന്നിവരെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്കും പിടികൂടിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരീക്കോട് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആന ഇറങ്ങുന്ന പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ വേളയിലാണ് വെടിവെച്ചത് കേട്ടത്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് കക്കാടംപൊയിൽ ഭാഗത്ത് വെച്ചുകൊണ്ട് 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇതിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അലി, ഹംസ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്ക്, അതിൻ്റെ തിര, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ട് മാംസം മുറിച്ചെടുക്കാനുള്ള കത്തി, അങ്ങനെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. മാനിനെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനംവകുപ്പാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ 4 പേർ കൂടി ഈ കേസിലുണ്ട് എന്ന കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രദേശവാസിയുടെ ഉൾപ്പെടെ ഇതിന് സഹായം ലഭ്യമായിട്ടുണ്ട്. പ്രതികളെത്തിയത് കാറിലാണ്. പിന്നീട് ഈ പരിശോധന നടത്തുകയും ഈ 2 പേർ പിടിയിലാവുകയും ചെയ്തതോടെ മറ്റുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രതികളിൽ നിന്ന് നിലവിൽ ഈ മാനിനെയോ മറ്റോ ഒന്നും വേട്ടയാടിയതിൻ്റെ മാംസമോ മറ്റ് അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ മാംസാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും, തെളിവെടുപ്പും ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പ്രതികൾക്ക് എതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും കൂടുതൽ നടപടികളും ഉണ്ടാവുക. രക്ഷപ്പെട്ട 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.